അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി നല്ലൊരു മണം വരുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട. അതിനുശേഷം ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ അരി ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. കുരുമുളക് ചതച്ചതിന് പകരം കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ മീറ്റ് മസാല. മീറ്റ് മസാല ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം.